നിങ്ങൾ കോഴിക്കോട് ഒരു എൻഗേജ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് വന്നിട്ട് ഒരു എൻഗേജ്മെൻറ്റിന് പങ്കെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ മുക്കത്തായിരുന്നു പരിപാടി. അപ്പോൾ ഞങ്ങൾ 2 ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴും എൻഗേജ്മെൻ്റ് ആണെങ്കിലും കല്യാണം ആണെങ്കിലും ഭയങ്കര വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കല്യാണ രീതി അല്ല കേട്ടോ ഇവിടെ കോഴിക്കോട്. അപ്പോൾ എൻഗേജ്മെൻറ്റും എന്തായാലും വ്യത്യാസമായിട്ടുണ്ടാവും. അങ്ങനെന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്നതിന് ശേഷം കേട്ടോ ചെക്കനൊക്കെ വന്നത്. ചെക്കനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പെണ്ണിൻ്റെ വീട്ടിലേക്ക് നടക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയായിരുന്നു. പിന്നെ ഇവർ ബോക്സിൽ കേക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെക്കൻ്റെ കയ്യിലൊരു ബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി പടക്കം പൊട്ടിച്ചപ്പോൾ. ഞങ്ങളുടെ അവിടെ ഇങ്ങനെയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി നിലവിളക്ക് കൊണ്ട് ഇറങ്ങി വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു. പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല, നിലവിളക്ക് അവിടെ വെച്ചിട്ട് അവിടെ നിന്നായിരിക്കും റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയായിരുന്നില്ല. പെൺകുട്ടി നിലവിളക്ക് അവിടെ കൊണ്ടുവച്ചിട്ട് വേഗം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറി നിന്നു കേട്ടോ. പിന്നെ എല്ലാവരോടൊക്കെ സംസാരിച്ചു. ചെക്കൻ്റെ അമ്മ പെൺകുട്ടിനെ എല്ലാവരും പരിചയപ്പെടുത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെൺകുട്ടിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല കുഞ്ഞു മുഖമൊക്കെ ആയിരുന്നു. ഡ്രസ്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കളറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാരണന്മാരെല്ലാവരും കൂടി ആ വിളക്കിന് ചുറ്റൊക്കെ ഇരുന്നപ്പോൾ പിന്നെ ഞാൻ ഞെട്ടി, ഇവരെന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇവിടെ എൻഗേജ്മെൻറ്റിന് മോതിരം മാറുന്നതിനേക്കാളും മുൻപാണ് കല്യാണത്തിന് ഡേറ്റ് എടുക്കുക. പക്ഷെ ഞങ്ങളുടെ അവിടേക്കൊക്കെ വരുമ്പോൾ മോതിരമൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട് തീരുമാനിക്കുക എന്നാണ് കല്യാണം എപ്പോൾ ഏത് മാസം എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് പറയാൻ കേട്ടോ. ഇവർ തമ്മിലുള്ള വിവാഹം 2026 ഏപ്രിൽ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചു. ജനുവരി മാസത്തിൽ കല്യാണത്തിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞ സന്തോഷത്തിൽ ആ പെൺകുട്ടി റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ കയറി വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് ബൊക്കെയൊക്കെ കൊടുത്തു. പിന്നെ അവർ റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ നിന്നു. സത്യത്തിൽ ഞാൻ ചെക്കന് റിംഗ് ഇടുന്നത് എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. ഞാൻ വിചാരിച്ചു ക്യാമറ ഓൺ ചെയ്തിരുന്നപ്പോൾ എടുത്തു എന്ന് വിചാരിച്ചു. പക്ഷേ ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് എന്തായാലും പെൺകുട്ടിക്ക് റിംഗ് ഇടുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് സ്റ്റേജ് ഡെക്കറേഷനും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ റിങ്ങൊക്കെ ഇട്ട് എന്താ ഒരു ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ചിലപ്പോൾ കോഴിക്കോട് സൈഡിലേക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കേക്ക് കട്ട് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്യാനായിട്ടൊക്കെ നിന്ന് അതിനുശേഷം ഞാൻ വേഗം അവിടെ നിന്ന് എസ്കേപ്പായിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ട് വന്നു. ബിരിയാണി എൻ്റെ ഫേവറേറ്റാണ്. പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഫുഡിനെ പറ്റി ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാലാഡൊക്കെ പറക്കെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഴിക്കോട് സൈഡിലെ എൻഗേജ്മെൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്